ഇന്ന് വലിയ രീതിയിൽ കേരളത്തിലെ യുവതലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. അത് സമസ്ത മേഖലയിലും, അത് സ്കൂൾ കോളേജ് തലം മുതലുള്ള കുട്ടികൾ പണ്ട് കാലഘട്ടങ്ങളിൽ അവരെല്ലാവരും ഒരുമിച്ചുള്ള അവരുടെ സോഷ്യൽ ഗ്യാതറിങ്സിന് അവർക്ക് ഒരു വൈബ് കിട്ടിക്കൊണ്ടിരുന്നത് അവർ ഒരുമിച്ച് ഒത്തുചേരുന്നതിലും അവരിടപഴകുന്നതിലായിരുന്നു. പക്ഷേ ഇന്ന് ഏതൊക്കെയോ തലങ്ങളിൽ അവർക്കത് മാറ്റം സംഭവിച്ച് അത് അവരെ ലഹരിക്ക് അടിമപ്പെടുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് കോളേജ് കുട്ടികളുടെ ഒരു ഗ്യാങ്ങിനകത്ത് 4-5 പേർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതിൽ ഒരാൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ ഞാനത് കുറഞ്ഞു പോകുമോ, അവരുടെ ഇടയിൽ ഞാൻ കൊള്ളാത്തവനായി തീരുമോ എന്നുള്ള ആ ഒരു കോംപ്ലക്സ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം അത്തരത്തിൽ തുടങ്ങുന്ന ആളുകൾ പിന്നീട് ഇതൊരിക്കലും പുറകോട്ട് പോകാൻ പറ്റാത്ത തരത്തിലോട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് എൻ്റെ മനസ്സിൽ പേഴ്സണലി എനിക്ക് തോന്നുന്ന ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മൾ കൂടുതലായിട്ട് മറ്റ് ആക്ടിവിറ്റികളിൽ ഇടപെടാനായിട്ട് തരണം. പ്രത്യേകിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു ഫുട്ബോൾ കളിക്കുന്നു, നല്ല അത്ലറ്റുകൾ, നല്ല ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വിമ്മിങ്, വർക്കൗട്ട്, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവാനായിട്ട് തയ്യാറാവണം. പിന്നെ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കണ്ടു കഴിഞ്ഞു വെച്ചാൽ അത് നമ്മൾ അവരെ ചൂണ്ടിക്കാട്ടി അവരെ കുറ്റക്കാരനാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരോട് നമ്മൾ അവരുടെ തോളിൽ കൈയിട്ട് അവരെ തിരുത്താനുള്ളൊരു ബന്ധം നമ്മൾ അവരായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ തയ്യാറാണ്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പെൺകുട്ടികൾ ഒരു സമയം കഴിഞ്ഞ് വൈകി വിടുന്ന സമയത്ത് മാതാപിതാക്കന്മാർ എന്തിനു വൈകി വിടുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്, അത് ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് പെൺകുട്ടികളെക്കാൾ ഉപരി ആൺകുട്ടികളോട് ചോദിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് വെച്ചാൽ അവരുടെ പാരൻസും ഈ കുട്ടികളും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ അത് എന്താ പറയുക, ഒരു കോൾഡ് വാർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു അൺഒഫീഷ്യലായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. അത് പാടില്ല. നമ്മൾ അവരോടൊപ്പം അവരുടെ സുഹൃത്തുക്കളായിട്ട് പാരൻസ് മാറണം. നമ്മളാണെങ്കിലും ഇപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും നമ്മൾ അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. അവർക്ക് ഒരു ചെറിയൊരു വിഷമം വരുമ്പോഴും, ഇപ്പോഴത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ അവർ വളരെ പെട്ടെന്ന് ഡിപ്രസ്ഡായി പോകുന്ന ആളുകൾ, വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഷമം വരുന്ന ആളുകൾ. ഇതിൽ ലഹരിയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും വിഷമം വന്നാലും ഡിപ്രഷൻ വന്നാലും എല്ലാം വളരെ പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു കമ്പാനിയനായിട്ട് മാറുന്നത് ലഹരിയാണ്. അത് മാറണം. അത് മാറിയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു അഡിക്റ്റഡ് ടു ഫുട്ബോൾ അല്ലെങ്കിൽ അഡിക്റ്റഡ് ടു ക്രിക്കറ്റ്, ആ ഒരു രീതിയിലോട്ട് നമ്മൾ അഡിക്റ്റഡ് ടു ഡ്രഗ്സ് എന്നുള്ളത് മാറിയിട്ട് നമ്മൾ അത്തരത്തിൽ മാറാനായിട്ട് തയ്യാറാവണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും അവരുമായിട്ടുള്ള ഒരു സർക്കിൾ, അവരുടെ ബന്ധപ്പെട്ട സർക്കിളിനകത്ത് ഒരാളെ പോലും നമ്മൾ ഇത്തരത്തിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഒരു പ്രത്യേക പരിശ്രമം എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്ന്, അതൊരു ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ഒരു സ്വതസിദ്ധമായ ശൈലിയായിട്ട് നമ്മൾ അത്തരത്തിൽ മാറാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് മാത്രം പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന നടപടികൾ കൊണ്ട് മാത്രം നമുക്ക് ഇത്തരത്തിൽ ഇതിനെ ചെറുക്കാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു വൈറസ് പോലെയാണ്, സ്പ്രെഡായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ളൊരു നെറ്റ്വർക്ക്, അതായത് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെതിരെ ഒറ്റക്കെട്ട്, അതൊരു ആൻറ്റി ഡ്രഗ്സ് ഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തിൽ ഏതെങ്കിലും ഒരു മുന്നേറ്റം അത്തരത്തിൽ ചെയ്യുന്നതിലല്ല, ഇതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണം. പോലീസും എക്സൈസും എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അത് മാത്രം പോരാ. നമ്മൾ അതിനേക്കാൾ ഉപരി കോളേജിനകത്തായാലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലായാലും എവിടെയാണെങ്കിലും എല്ലാ ആളുകളും അത് പരസ്പരം ഒരാൾ ചെയ്യുന്ന തെറ്റിനെ അത് സമൂഹത്തിനകത്ത് അവരെ ഒറ്റപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ തെറ്റുകളെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ലഹരിയേക്കാൾ ഉപരി നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കഞ്ചാവോ മദ്യമോ മയക്കുമരുന്നോ എമ്മോ എന്താണേലും നമ്മൾ ഉപയോഗിക്കുന്നതിന് സമയത്ത് നമുക്ക് കിട്ടുന്ന ലഹരിയേക്കാൾ ഉപരി നമ്മൾ ഒരുമിച്ച് ചേർന്നൊരു ട്രിപ്പ് പോകുന്ന സമയത്തോ, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്തോ, നമ്മൾ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന സമയത്തോ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആനന്ദം, ആ ഒരു വൈബ്,
അതിനേക്കാൾ മറ്റത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഇതിന് കിട്ടുമെന്ന തോന്നൽ വന്നു കഴിയുന്ന സമയത്ത് തന്നെ ഇത് കുറേ കാര്യങ്ങളിൽ ഇത് തിരുത്തൽ വരുത്താനായിട്ട് സാധിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് തുറന്ന് സംസാരിച്ച് പരസ്പരം അവരോട് തുറന്ന് സംസാരിച്ച് ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ റിപ്പോർട്ടർ ഉൾപ്പെടെ വാർത്ത കൊടുത്തിട്ടുണ്ട്. പല സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും പോലും സ്കൂളുകളിൽ പോലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ വരുന്നു എന്നത് വളരെ ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ നമ്മൾ ഒരുമിച്ച് ചേർന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടറിൻ്റെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞു. ഇപ്പോൾ ചാനലുകളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടറാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് തോന്നുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് എല്ലാ മേഖലയിലും, അത് സിനിമാ മേഖലയാവാം, കായിക മേഖലയാവാം, രാഷ്ട്രീയ മേഖലയാവാം, ഇത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളുടെ ഫീൽഡിലാവാം, എല്ലാ മേഖലയിലുള്ള ആളുകളും എല്ലാവരും ഞാൻ ഇത് ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം ഞാൻ സ്വയം എടുക്കുകയും അതോടൊപ്പം മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരുത്തിക്കാനും ശ്രമിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു ചെയിനായിട്ട് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ പരിധിവരെ നമുക്ക് ചെറുത്ത് നിൽക്കാനാവും എന്നുള്ളത് ഉറപ്പാണ്.